അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതെന്ന് കണ്ടെത്തൽ. പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. 32 സെക്കൻഡ് കൊണ്ടാണ് അപകടം സംഭവിച്ചത്. സെക്കൻഡുകൾ മാത്രമാണ് എഞ്ചിൻ പ്രവർത്തിച്ചത്. വിമാനം പക്ഷികളിൽ ഇടിച്ചിട്ടില്ല. പ്രതികൂല കാലാവസ്ഥയില്ല. AABയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ഇപ്പോൾ അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. വിമാനത്തിലെ ഈ ഇന്ധനത്തിന്റെ നിയന്ത്രണ സ്വിച്ച് ഓഫായതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അത് വളരെ വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അതായത് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളല്ല, പൈലറ്റുമാർക്ക് സംഭവിച്ച പിഴവെന്നാണോ മനസ്സിലാക്കുന്നത്? അരുൺ, ഗുഡ് മോർണിംഗ്. അഹമ്മദാബാദ് വിമാന ദുരന്തം ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിമാന ദുരന്തങ്ങളിൽ ഒന്നായി മാറിയത് നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ വിമാനത്തിന് അപകടം ഉണ്ടാകാൻ കാരണം എന്ന ആദ്യഘട്ടം മുതൽ തന്നെ ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തതാണ്. ഏതാണെങ്കിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചത്. ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ആദ്യ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. 15 പേജുള്ള ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അപകടത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായ നിലയിലായിരുന്നു എന്നുള്ളതാണ്. അതായത് വിമാനത്തിലേക്ക് ഇന്ധനം, 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്തുന്ന സ്വിച്ചാണ്. ഈ സ്വിച്ചിന് 2 മോഡുകൾ, അതായത് കട്ട് ഓഫ്, റൺ എന്നീ 2 മോഡുകളാണ് ഉള്ളത്. ഇത് കട്ട് ഓഫ് മോഡിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിമാനം നിയന്ത്രിച്ചിരുന്ന സഹ പൈലറ്റായിരുന്ന ക്ലീവ് കുന്ദർ ആണ്. അതോടൊപ്പം തന്നെ പൈലറ്റ് ഇൻ കമാൻഡ് സുമിത് സബർവാളും. ഈ സുമിത് സബർവാൾ കോ പൈലറ്റോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത്, താൻ ഈ സ്വിച്ച് ഓഫ് ചെയ്തില്ല എന്ന് ഇതിൽ സഹ പൈലറ്റ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതാണ് ഈ അപകട കാരണം. സ്വിച്ച് ഓഫായപ്പോൾ സ്വാഭാവികമായും തന്നെ എഞ്ചിനിലേക്ക്, വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്താത്ത സാഹചര്യം ഉണ്ടായി. പറന്നുയർന്ന് 32ാമത്തെ സെക്കൻഡിൽ തന്നെ വിമാനം നിലം പതിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ തന്നെ 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്താത്ത സാഹചര്യം ഉണ്ടാവുകയും വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ഓഫാവുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഈ സംഭാഷണം ഉണ്ടായതിന് പിന്നാലെ തന്നെ വീണ്ടും എഞ്ചിനിലേക്ക് പവർ നൽകാൻ, ഇത് കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് ഇട്ട് വീണ്ടും ഇന്ധനം നൽകാൻ ശ്രമം നടത്തിയെങ്കിലും അതിനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതിന് പിന്നാലെയാണ് വിമാനം ഇത്തരത്തിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിന് മുകളിലേക്ക് അടക്കം ഇടിച്ചു വീണുകൊണ്ട് അപകടം ഉണ്ടാവുകയും ചെയ്ത് എന്ന് വ്യക്തമാകുന്നു. എന്താണെങ്കിലും ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉള്ളതായി പറയുന്നില്ല. അതോടൊപ്പം തന്നെ കാലാവസ്ഥ നിലയിൽ ഈ വിമാന പക്ഷികളിലേക്ക് പറയുന്നു എഞ്ചിൻ താൻ ഓഫാക്കിയിട്ടില്ല, അഥവാ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് താൻ ഓഫാക്കിയിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ 32 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ ഫ്ലൈറ്റ് പോവുകയും അത് താഴേക്ക് കുപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ആ ഘട്ടത്തിൽ തന്നെ പൈലറ്റ് ശ്രമിക്കുന്നുണ്ട് മുകളിലേക്ക് ഉയർത്താൻ. പക്ഷേ ഇന്ധനം വരുന്ന സ്വിച്ച് ഓഫായി പോയാൽ സ്വാഭാവികമായി നമ്മൾ ഈ ബൈക്കിൻ്റെയൊക്കെ ചിലപ്പോൾ ഇന്ധനം ഓഫ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നിൽക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് അതിന് സമയം കിട്ടിയതേ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ സ്വിച്ച് ഓഫാക്കിയതെന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായും അരുൺ, ഈ സ്വിച്ച് എങ്ങനെ ഓഫായി എന്നത് പ്രസക്തമായ ചോദ്യമാണ്. സാധാരണഗതിയിൽ ഈ വിമാനത്തിൻ്റെയൊക്കെ സ്വിച്ച് അങ്ങനെ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് വിമാനം പറന്നുയർന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പറന്നുയർന്ന് 32ാം സെക്കൻഡിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എങ്ങനെ ഈ സ്വിച്ച് ഓഫായത് എന്നത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിൽ ഇതൊരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ ആദ്യ റിപ്പോർട്ട് മാത്രമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അന്വേഷണം തുടരും എന്ന് ഇതിൽ കൃത്യമായി തന്നെ AAIB വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഈ വിമാനത്തിന്റെ പൈലറ്റുമാർക്ക് കൃത്യമായ അവരുടെ എക്സ്പീരിയൻസ് അടക്കം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ സഹ പൈലറ്റ് ആണെങ്കിൽ പോലും അദ്ദേഹം ക്ലീവ് കുന്ദർ, അദ്ദേഹം 1100 മണിക്കൂറുകൾ ഇത്തരത്തിൽ ബോയിങ് വിമാനം പറത്തിയ പരിചയമുണ്ട്. പ്രധാന പൈലറ്റ് ആകട്ടെ സുമിത് സബർവാൾ, അദ്ദേഹത്തിന് 8600 മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുണ്ട്. എന്താണെങ്കിലും ഈ 2 പൈലറ്റുമാരും കൃത്യമായി തന്നെ പരിചയസമ്പന്നരാണ് വിമാനം പറത്തിയത്. പ്രത്യേകിച്ച് ഈ ബോയിങ് വിമാനം പറത്തുന്നതിൽ വിദഗ്ധനാണ് പ്രധാന പൈലറ്റ് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. പിന്നെ എങ്ങനെ ഈ അശ്രദ്ധ വിമാനം ഈ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് വിമാനം റൺവേയിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അപ്പോഴൊക്കെ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓൺ അല്ലെങ്കിൽ എങ്ങനെയാണ് പാർക്കിംഗ് ബേയിൽ നിന്ന് ഈ റൺവേയിലേക്ക് വിമാനം എത്തിക്കാൻ കഴിയുക? അവിടെ നിന്നും വീണ്ടും നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, റൺവേയിൽ എത്തിയതിനു ശേഷം വീണ്ടും റൺവേയിലേക്ക് ദൂരം ഓടിപ്പോകുന്നുണ്ട്. അതിനുശേഷമാണ് ടേക്ക് ഓഫ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം എഞ്ചിൻ പ്രവർത്തിക്കണമല്ലോ. എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ ആ സമയത്തെല്ലാം ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓൺ ആയിരിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്കാണോ സംഭവിച്ചത് എന്നതല്ലേ ചോദ്യം. അതായത് ഓഫായി കിടക്കുന്ന ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുമായിട്ട് ഈ വിമാനത്തിന് ഇത്രയും ദൂരം പോകാൻ കഴിയില്ല.
തീർച്ചയായും അങ്ങനെ തന്നെയാണ് അരുൺ. കാരണം ഒരു വിമാനം റൺവേയിൽ നിന്ന് മാറി, സാധാരണഗതിയിൽ വിമാനം റൺവേയിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറക്കുന്ന പതിവുമില്ല. കാരണം റൺവേയിൽ നിന്ന് വിമാനം മാറി അതൊരു പൊസിഷനിലെത്തി അതിനുശേഷം എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് കൃത്യമായ കമാൻഡ് ലഭിച്ചതിന് ശേഷം പിന്നീട് വളരെ ശക്തിയായി പവർ എടുത്താണ് വിമാനം പറന്ന് ആകാശത്തേക്ക് ഉയരുന്നത്. നമ്മൾ വിമാനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ, സാധാരണ വിമാനം പറക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ളതുമാണ്. പിന്നെ എങ്ങനെയാണ് ഈ വിമാനം പറന്നുയർന്ന് ഇത്ര സമയം 32 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഈ വിമാനത്തിലേക്ക് ഇന്ധനം എത്തുന്ന സ്വിച്ച് കട്ട് ഓഫ് മോഡിലേക്കാണ് എന്ന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ആണ് എന്ന് അറിയുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഈ പൈലറ്റ് താനത് ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തത എന്താണെങ്കിലും വന്നിട്ടില്ല. പൈലറ്റിനോട് പ്രധാന പൈലറ്റ്, സഹപൈലറ്റിനോട് പ്രധാന പൈലറ്റ് ചോദിക്കുന്നു എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത്, താൻ സ്വിച്ച് ഓഫ് ചെയ്തില്ല എന്ന് പറയുന്നു. പിന്നാലെ ആ സ്വിച്ച് ഓൺ ആക്കുന്നു, അതായത് കട്ട് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് ഈ ഇന്ധനം എത്തിക്കുന്ന സ്വിച്ച് ഓൺ ആക്കുന്നു പെട്ടെന്ന് തന്നെ. പക്ഷേ വിമാനത്തിൽ 2 എഞ്ചിനുകളിലേക്കും ഒരു എഞ്ചിനിലേക്ക് പ്രാഥമികമായ ഒരു പവർ ലഭിച്ചെങ്കിലും മറ്റേ എഞ്ചിൻ, രണ്ടാമത്തെ എഞ്ചിനിലേക്ക് ഒരു തരത്തിലേക്കും ആ ഇന്ധനം എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനു മുമ്പ് വിമാനം തകരുകയും ചെയ്തു. 32 സെക്കൻഡ് മാത്രം എടുത്തൊരു അപകടം. ഒരുപക്ഷേ ഈ പൈലറ്റ് പറത്തി, അതായത് സഹപൈലറ്റാണ് വിമാനം പറത്തിയത്, സഹപൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിച്ച് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാമർശം എന്താണെങ്കിലും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ സാങ്കേതിക വിദഗ്ധരും ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിരുന്നു, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിൽ ഈ സ്വിച്ച് ഓഫ് ആയി പോകാനുള്ള സാധ്യത. പക്ഷെ അപ്പോഴും ബോയിങ് വിമാനത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നു. ഇത്രയും അധികം മണിക്കൂറുകൾ ഈ വിമാനം പറത്തിയ എക്സ്പീരിയൻസ്ഡ് ഒരാൾ 8000 മണിക്കൂർ വിമാനം പറത്തിയാണ് സുമിത്ത്. അദ്ദേഹമാണ് മെയിൻ പൈലറ്റ്. സഹപൈലറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ്. ഏകദേശം 1000-1200 മണിക്കൂറുകൾ ബോയിങ് വിമാനം പറത്തിയ ഒരു അനുഭവ പരിചയമുണ്ട്. ഇത്രയും അനുഭവ പരിചയമുള്ളവർ ഇന്ധനത്തിൻ്റെ സ്വിച്ച് ഓഫ് നിലയിലാണ് എന്നുള്ളത് എങ്ങനെയാണ് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവുക? അങ്ങനെ ആകാൻ പറ്റുമോ? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് തൽക്കാലം ഇപ്പോൾ ഡീകോഡ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങളാണ്. ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. AB കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ മാത്രമേ ഇത് പുറത്തു വരൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അട്ടിമറിയല്ല എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നു. ഇത് പൈലറ്റുമാർക്ക് സംഭവിച്ച പിഴവിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വിമാനം ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ പരമാവധി ഇന്ധനം എഞ്ചിനുണ്ടായിരുന്ന അത്രയും സമയം അത് ഫ്ലൈ ചെയ്തു, അതിനുശേഷം അത് താഴ്ന്നു. 32 സെക്കൻഡ് കൊണ്ട് എല്ലാം സംഭവിച്ചു. താങ്ക് യു നോബിൾ. ഡൽഹിയിൽ നിന്ന് നോബിൾ മരിക്കാരനാണ് വിമാനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.